കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വകുപ്പുതല നടപടിക്ക് സാധ്യത. സൂപ്രണ്ട് ടി.കെ. ജയകുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടിയുണ്ടായേക്കും. തെറ്റായ വിവരം സൂപ്രണ്ട് കൈമാറിയതിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അതൃപ്തിയുണ്ട്. കോട്ടയം ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിക്കാനിടയായ സംഭവം സർക്കാരിനും ആരോഗ്യവകുപ്പിനും ഉണ്ടാക്കിയ കളങ്കം ചെറുതല്ല. മന്ത്രിമാർ അപകടസ്ഥലത്തെത്തി ആദ്യം നൽകിയ പ്രതികരണം പ്രതിപക്ഷം ആയുധമാക്കി. രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസമാണ് ബിന്ദുവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണമെന്ന പൊതുവികാരം സർക്കാരിനെതിരെ ശക്തമായി. ഇക്കാരണങ്ങളാണ് സർക്കാരിനെ നടപടിക്ക് പ്രേരിപ്പിക്കുന്നത്. സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെ നടപടിയുണ്ടായേക്കും. സൂപ്രണ്ട് പങ്കുവച്ച വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തിരിച്ചടിയായെന്നും സർക്കാർ വിലയിരുത്തുന്നു. തെറ്റായ വിവരം സൂപ്രണ്ട് കൈമാറിയതിൽ മന്ത്രിമാർ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ അതൃപ്തി അറിയിച്ചു. പുതിയ ബ്ലോക്കിന്റെ പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകിയതിൽ മുഖ്യമന്ത്രിയും അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിലടക്കം വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കളക്ടർ ജോൺ സാമുവൽ പ്രതികരിച്ചു. ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ആ ഹിറ്റാച്ചി കടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായ സമയം മാത്രമാണ് നമുക്ക് ഇതിനകത്തുണ്ടായ ഒരു അപാകത. അത് അപാകതയല്ല, കാരണം രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാധനം സ്പോട്ടിൽ എത്തിക്കേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാണ്. അതേസമയം പ്രാഥമിക വിവരങ്ങൾ മന്ത്രിമാർക്ക് കൈമാറിയതിൽ വീഴ്ച പറ്റിയതായി സൂപ്രണ്ട് സമ്മതിച്ചിരുന്നു. മീഡിയ 1 കോട്ടയം.